ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ റീച്ച് ഉണ്ടാക്കാൻ പറ്റിയ സബ്ജക്റ്റ് ആണ്. എനിക്ക് ആ സബ്ജക്ട് വെച്ചിട്ട് കണ്ടന്റ് ഉണ്ടാക്കി റീച്ച് ഉണ്ടാക്കാൻ താല്പര്യമില്ല. എങ്കിലും എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഞാൻ പറയാണ്. ഹായ് എവരിവൺ. അപ്പൊ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന അഖിൽ NRDയുടെ ഭാര്യ ഒളിച്ചോടി. എല്ലാവരും അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ അഖിൽ NRDയുടെ ഭാര്യ എന്തിന് ഒളിച്ചോടി എന്ന് പറയുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും ആ ഒരു ഓഡിയോ ക്ലിപ്പ് ഞാൻ നിങ്ങൾക്ക് വെച്ചു തരാം. ഒന്ന് ആലോചിച്ച് നോക്ക്, എത്ര ഒളിച്ചോട്ടമാണ് നമ്മള് ദിനം പ്രതി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു വീഡിയോ ദിവസം നിങ്ങൾക്ക് വെച്ചു തരാം. ഭാര്യയെ ഭരിക്കുന്ന ഭർത്താവ് എന്നൊരു ചെറിയൊരു വീഡിയോ ആണ്. നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ്. ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാകും എന്തുകൊണ്ടാണ് ഭാര്യമാരെ ഒളിച്ചോടുന്നത്. ഈ ഭർത്താക്കന്മാരോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കാണണം. കണ്ടു കഴിഞ്ഞിട്ട് ഇങ്ങനെയുള്ള ഒരാളാണോ നിങ്ങളെന്ന് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. എന്നിട്ട് ആ ഒരു ക്യാരക്ടർ എത്രയും പെട്ടെന്ന് ഇല്ലാണ്ടാക്കണം. അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം. മേഘ എന്ന് പറയുന്ന അഖിൽ NRDയുടെ ഭാര്യ ഒരു ബസ് കണ്ടക്ടറുമായിട്ട് ഒളിച്ചോടിയിരിക്കുകയാണ്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ അഖിൽ NRD വീഡിയോസ് ഒക്കെ ഇടുന്നത്. ഒരു 8 മിനിറ്റിന്റെ വീഡിയോ ആണെങ്കിൽ കൂടി ഒരു ദിവസത്തിന് പകുതി സമയം വേണമെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. അപ്പോ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഈ അഖിൽ NRD പിന്നെ ഭാര്യയെ നോക്കിക്കൊണ്ടിരുന്നത്. അഖിലിന്റെ വൈഫിന് ഒന്നും ചോദ്യവും പറച്ചിലും ഒന്നുമില്ല. എത്ര പൈസ വേണമെങ്കിലും അഖിലിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാം. എന്തിന്റെ കുറവായിരുന്നു ഈ മേഘയ്ക്ക് എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഭയങ്കര ആഡംബര ജീവിതം തന്നെയായിരുന്നു ഇവരുടേത്. പക്ഷെ എന്തിനു വേണ്ടിയിട്ടായിരിക്കും മേഘ ബസ് കണ്ടക്ടറുടെ കൂടെ പോയത്? ഇപ്പൊ എനിക്ക് പറയാനുള്ളത്, ഈ ഒരു മേഘ, ഈ അഖിൽ NRDയുടെ ഭാര്യയായിരുന്ന മേഘയെ ഇഷ്ടമല്ലാത്തവരെല്ലാവരും ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം, ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് എന്തായാലും ഇനി ആദ്യം തന്നെ ഒരു കാര്യം കേൾക്കാം. എന്തിനായിരുന്നു ഈ പെണ്ണ് ഒളിച്ചോടിയത് എന്ന് ഒരു ഓഡിയോ ക്ലിപ്പ് ഉണ്ട്. അത് ജസ്റ്റ് നിങ്ങളൊന്ന് കേട്ടിട്ട് വാദ്യം. ആരുടെ കൂടെയാന്നൊക്കെയുള്ള വ്യക്തമായ കാര്യം അവരുടെ അയൽവാസികളൊക്കെ പറയുന്നത് എങ്ങനെയാണെന്നുള്ളത് വായിക്കാം. സത്യമാണ്, സംഭവം നടന്നിട്ട് ഇപ്പോൾ 2 ദിവസമായി ഈ ഒളിച്ചോട്ടം നടന്നിട്ട് എന്നുള്ളതാണ്. അവൾ പന്തളം പൂഴിക്കാട് സ്വദേശിയായ അനൂപ് എന്ന ബസ് ഡ്രൈവർക്കൊപ്പമാണ് പോയത്, ഒളിച്ചോടിയത്. ബസ് ഡ്രൈവർക്ക്, പന്തളം സ്വദേശിയായ അനൂപ് എന്ന് പറയുന്ന ബസ് ഡ്രൈവർക്കൊപ്പമാണ് ഒളിച്ചോടിയത്. നൂർനാട് പോലീസ് സ്റ്റേഷനിൽ 2 പേരെയും വിളിച്ചിട്ടുണ്ട്. വിളിച്ചപ്പോ അവള്, ആ പെങ്കൊച്ചു മേഘ പറഞ്ഞത് അനൂപിന്റെ മറ്റേ അഖിലിന്റെ കൂടെ പോകാൻ താല്പര്യമില്ല. അപ്പോ അഖിലിന്റെ വൈഫിനെ പോലീസ് സ്റ്റേഷനിലേക്ക് എങ്ങാണ്ട് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പുള്ളിക്കാരി അവിടെ വെച്ചിട്ട് പറഞ്ഞത്, അഖിലിന്റെ കൂടെ ഞാൻ ഇനി ഒരിക്കലും പോകത്തില്ല. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഇതാണ്: അഖിലിന് വേറെ കുറെ പെണ്ണുങ്ങളുമായിട്ട് പല ബന്ധങ്ങളും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഒരൊറ്റ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ സെലിബ്രിറ്റി ഒരു ലെവലിൽ നിൽക്കുന്ന ഒരു ഫാമിലി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അവർ വേറൊരു ബന്ധം തേടി പോകത്തില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ പോകത്തില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാര്യം അവളെങ്ങാനും ഇത് തുറന്നു പറഞ്ഞാൽ അവളുടെ സ്റ്റാറ്റസ് കംപ്ലീറ്റ് ഇല്ലാണ്ടാവത്തില്ലേ? ഒന്ന് ആലോചിച്ച് നോക്ക്. കുറെ നാളൊക്കെ ഒളിച്ചും പാത്തും ഒക്കെ കൊണ്ടുപോകാൻ പറ്റുമായിരിക്കും. പക്ഷെ പിന്നീട് എപ്പോഴെങ്കിലും ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിഷയം നടക്കത്തില്ലേ? അവൾക്ക് വന്ന് തുറന്ന് പറയുവാണെങ്കിൽ അവക്ക് അത് വെച്ച് ഭീഷണിപ്പെടുത്തിക്കൂടെ? ആ മനുഷ്യന് ഒരിക്കലും പുറത്തിറങ്ങി നടക്കാൻ പോലും പറ്റത്തില്ല അങ്ങനെ ഒരു നാണക്കേടുണ്ടായാലും. അപ്പൊ എന്തായാലും എനിക്ക് തോന്നുന്നില്ല അത് കാരണമെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അഖില് എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ തെളിവും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവരട്ടെ. അത് നല്ലൊരു ഐഡിയ അല്ലേ? കാര്യം എന്തെങ്കിലും ഒരു തെളിവോ പ്രൂഫോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കൊണ്ടുവരുവാണെങ്കിൽ മേഘയുടെ കൂടെ ആയിരിക്കും എല്ലാവരും ഉണ്ടാവുക. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും പ്രൂഫോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കൊണ്ടുവന്ന് അത് ഒരു വീഡിയോ ആയിട്ട് ചെയ്യുകയോ എല്ലാം ചെയ്താൽ വളരെ നല്ലതായിരിക്കും. അപ്പൊ എന്തായാലും ബാക്കിയും കൂടെ കേട്ടിട്ട് വരാം. നല്ല പരസ്ത്രീ ബന്ധങ്ങൾ ഉള്ളത് കൊണ്ട്, തുടർന്ന് പോകാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് പുള്ളിക്കാരി വേറൊരാളെ പ്രണയിച്ചങ്ങ് ഒളിച്ചോടി എന്നുള്ളത്. ഇപ്പൊ അതാണ് സൂത്രം അല്ലെ? പെട്ടെന്ന് ഒരാളെ വിവാഹം കഴിക്കുന്നു, ഇഷ്ടപ്പെട്ടില്ലേ, ഡിവോഴ്സായിട്ട് മാന്യമായിട്ട് സ്വന്തം വീട്ടിലോട്ട് പോന്നിട്ട് മാന്യമായിട്ട് ഡിവോഴ്സ് ചെയ്തിട്ട് മാന്യമായിട്ട് ആരെങ്കിലും വിവാഹം കഴിക്കാന്ന് പറഞ്ഞാൽ ട്രെൻഡ് അല്ല. ഇഷ്ടമില്ല അപ്പൊ തന്നെ അടുത്ത ആളെ കണ്ടെത്തി ഒളിച്ചോടുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. ഈ ഒളിച്ചോടിയ ഡ്രൈവർ അത്ര വലിയ സാമ്പത്തിക ശേഷിയൊന്നും അല്ലേ. ഈ പയ്യൻ എന്ന് പറഞ്ഞാൽ മർച്ചന്റ് നേവി 3 ലക്ഷം രൂപ ശമ്പളം വാങ്ങിക്കൊണ്ടിരുന്ന പയ്യനാണ്. അഭിനയത്തിനോടുള്ള അഭിനിവേശം കൂടിയിട്ട് അത് ഉപേക്ഷിച്ചിട്ട് ഇവിടെ വന്നാണ്. ഇവർക്ക് യൂട്യൂബ് വരുമാനം, ഇൻസ്റ്റാ വരുമാനം എല്ലാം ആയിട്ട് 2 കൂട്ടർക്കും പ്രൊമോഷനും ഒക്കെ വെച്ച് വളരെയധികം പൈസ ഉണ്ടാക്കുന്നുണ്ട്. ജോലി ഉപേക്ഷിച്ച് വന്നെന്ന് കരുതി അവർക്ക് കുഴപ്പമില്ല. അപ്പൊ 1 വർഷം പോലും ആയിട്ടില്ല, 1 വർഷം കഴിഞ്ഞതേ ഉള്ളൂ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട്. 1 വർഷത്തെ കല്യാണ ആലോചന കൊടുത്തിരിക്കുന്ന ഫോർച്യൂണർ കാറാണ് സമ്മാനം സ്വന്തം ഭാര്യയ്ക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ചാൽ അഖിലിനോടാണ്. അഖില് NRD എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഏത് വീഡിയോ ആയിക്കോട്ടെ എന്തായിക്കോട്ടെ എല്ലാത്തിനും ഭാര്യയെ കൂടെ കൂട്ടുമായിരുന്നു. ചിലർക്ക് ഇവർക്ക് ക്യാമറയുടെ മുന്നിൽ വന്ന് ആക്ട് ചെയ്യാനോ അല്ലെങ്കിൽ അതിനോട് താല്പര്യം ഇല്ലാത്തവരുണ്ടായിരിക്കും. അതിന് പ്രൈവസി കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അഖിലിന് അവൾക്ക് പറ്റത്തില്ലെന്ന് പറയുവാണെന്നുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് ഒറ്റയ്ക്ക് വീഡിയോ ചെയ്യണം.
ചിലപ്പോൾ അതിന് ഇഷ്ടമില്ലാത്തവരും കാണും. എല്ലാ പെൺകുട്ടികളും ക്യാമറയുടെ മുന്നിൽ വന്ന് ചെയ്യാൻ ഇഷ്ടം ഉണ്ടാവത്തില്ല. അതിന് ചില പ്രൈവസിയും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടത് അത്യാവശ്യമായിരുന്നു. അപ്പോ അവള് പറയുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എന്നെ ഒന്നും കെയർ ചെയ്യുന്നില്ല, എന്നെ ഒന്നും സ്നേഹിക്കുന്നില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഫുൾ ടൈം ക്യാമറയുമായിട്ട് പുള്ളിക്കാരൻ ഫുൾ ടൈം ഷൂട്ടിലാണ്, ഫുൾ എഡിറ്റിങ്ങിലാണ്, അത് ചെയ്യും ഇത് ചെയ്യും, അങ്ങനെ ഫുള്ള് വീട്ടിൽ ഫുൾ ടൈം മൊബൈലിലാണ്. അപ്പൊ അതുകൊണ്ട് പുള്ളിക്കാരിക്ക് ഈ അഖിലിനെ ഫ്രീ ആയിട്ട് കിട്ടുന്നില്ലെന്നാണ് പുള്ളിക്കാരി പറയുന്നത്. ഒന്ന് മര്യാദയ്ക്ക് ഭാര്യയെ നോക്കുന്നില്ല എന്ന് വരെ കേൾക്കുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്നൊന്നും എനിക്ക് അറിയത്തില്ല, ഞാൻ കേട്ട കാര്യമാണ് പറയുന്നത്. ഇപ്പൊ എന്തായാലും ബസ് കണ്ടക്ടർ ചിലപ്പോ ഇവളുടെ കയ്യിൽ നല്ല പൈസ ഉണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും കൊണ്ടുപോയത്. കാര്യം ഇവളുടെ കയ്യിലും അത്യാവശ്യം പൈസയൊക്കെ കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇത് ഓർക്കുമ്പോഴത്തേക്കും വല്ലാത്ത കഷ്ടം തോന്നുന്നുണ്ട്. ഇനി അവരുടെ ജീവിതം എന്താവും എന്ന് പറയാൻ പറ്റത്തില്ല. ഇനി അടുത്തതായിട്ട് ഞാനൊരു വീഡിയോ ദൃശ്യം വെച്ച് തരാം. അത് എല്ലാ ഭർത്താക്കന്മാരും ഇരുന്നൊന്ന് കാണേണ്ടത് തന്നെയാണ്. എന്താ സിന്ധു സാലറി ഇട്ടിട്ട് മുഖത്തൊരു സന്തോഷം കാണാത്തെ? സാലറി കിട്ടിയാലും ഇല്ലെങ്കിലും എനിക്കൊരുപോലെയാണെന്ന് രശ്മിക്ക് അറിയാവുന്നതല്ലേ. 5 മണിയായല്ലോ, തനിക്ക് പോകാറായില്ലേ? 5 മണിയായോ? താനെന്തിനാ പേടിക്കുന്നേ? എടാ അവിടുത്തെ കാര്യങ്ങൾ തനിക്ക് അറിയാവുന്നതല്ലേ, ഇനി ലേറ്റ് ആയാൽ അത് മതി. പോട്ടെ രശ്മി. നീ ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കാതെ വണ്ടി എടുത്തോണ്ട് ബസ് സ്റ്റോപ്പിലോട്ടൊന്ന് ചെല്ല്. അതിന്റെ ഒന്നും കാര്യമില്ല, അവള് വന്നോളൂ. കൊച്ചു കുഞ്ഞൊന്നും അല്ലല്ലോ. എടാ അവള് ജോലി ചെയ്ത് ക്ഷീണിച്ചു വരുന്നതല്ലേ. അച്ഛകളുടെ അമ്മായിയപ്പ അല്ലേ? അപ്പ അല്ലല്ല, അമ്മായിയപ്പ അപ്പ നോക്കണ്ട. ഓടി വന്നപ്പോ 5ന്റെ ബസ് മിസ്സായി. മിസ്സാവും. ഓഫീസിൽ ആടിക്കൊഴിഞ്ഞിരിക്കുമ്പം വീട്ടിൽ വരാൻ തോന്നില്ലല്ലോ. എന്തുവാടാ ഈ പറയുന്നത്? ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇന്ന് താളഞ്ഞോട്ട കയറി പോടി. ശമ്പളം കിട്ടിയില്ലേ? ആയിരം കുറവുണ്ടല്ലോ. അസോസിയേഷന്റെ പിരിവുണ്ടായിരുന്നു, അതിന് കൊടുക്കണമായിരുന്നു. ഒരു മാസം അവിടെ പോയി ചെറിയ കിട്ടുന്ന ഈ നക്കാപ്പിച്ചേന് എന്നിട്ട് അതിനും പിരിവോ? ഏട്ടാ പ്ലീസ്. ഉണ്ടോ പ്ലീസ്? ദോശയോ? ഞാനിവിടെ ചപ്പാത്തിയില്ല കേട്ടോ. ഏട്ടൻ ദോശ മതിയെന്നാ പറഞ്ഞേ. നീ ഇന്ന് പൊട്ടം കളിക്കാണ്. സത്യമായിട്ട് ഏട്ടൻ ദോശ വേണമെന്നാ പറഞ്ഞത്. എങ്കിൽ ഞാൻ ഇപ്പൊ പറഞ്ഞ ചപ്പാത്തി മതി. നീ പോയി ചപ്പാത്തി ഉണ്ടോ? എടാ എടുത്ത് കഴിയടെ, ഒരുപാട് സമയമായില്ലേ. അവൾ എവിടെയെങ്കിലും പോയി കുറച്ച് കിടക്കിട്ട്. എന്തോ എനിക്കിപ്പോ ചപ്പാത്തി വേണം. നീ പോയി ചപ്പാത്തി ഉണ്ടോ? നീ കാണിക്കുന്നില്ലേ ഈ കൂത്തിന്, നിന്നെ പോലീസിന് കൊണ്ട് പിടിപ്പിക്കുകയാണ് ചെയ്യാൻ. ഇത് മണ്ണിൽ അധ്വാനിച്ചുണ്ടാക്കിയ കാശ. നിനക്ക് വെള്ളം അടിച്ച് വാള് വെച്ച് തീർക്കാനുള്ള മുതലല്ല. സൂക്ഷിച്ചു പിടിക്കണം. നല്ല കള്ളന്മാരെ അടിച്ചോണ്ട് പോയാണല്ലോ. ഏട്ടാ വണ്ടിക്കൂലി. നീ ഒരു ദിവസം വെള്ളം എടുത്തേ. ഏട്ടാ ബസ് പോകും. വെള്ളം എടുക്കടി. ഏട്ടാ ചായക്കും കൂടി. ഒരു മാസം ചിലച്ചാ 15 രൂപയല്ലേ കിട്ടണേ. ചായ വേണ്ട.
ഡോ രാവിലെ വന്നോട്ടെ നടന്ന് ഉറങ്ങുവാണോ? ഇന്നലെ ഉറങ്ങാൻ ഒരുപാട് ലേറ്റായി. ഒരു ചായ പറയട്ടെ? ഏയ് വേണ്ട. ഞാൻ പൈസ കൊടുക്കാം. തന്റെ പൈസ ഇല്ലെന്ന് എനിക്കറിയാലോ. സിന്ധു, നമ്മളെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോജക്റ്റിന് ലാസ്റ്റ് മണിയൊക്കെ ഇന്ന് സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അർജന്റാണ്. അതിനാ മൊഡ്യൂള് തീർക്കണമെങ്കിൽ മിനിമം 2 ദിവസമെങ്കിലും വേണ്ടേ അഖിലേ? അറിയാം, പക്ഷെ ക്ലയന്റിൽ നിന്ന് തന്നെ അപ്ഡേറ്റ് വേണമെന്ന് പറഞ്ഞു. നോക്കാം. കുറച്ചു ദിവസം പറയുന്നുണ്ടോ തലാർക്കുണ്ടെന്ന്. ഇന്നലെ നടന്ന കവലപ്പേപ്പം വീഴുകയും ചെയ്തു. ഞാൻ പിന്നെ എടുത്ത് ജനാശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. എന്നിട്ട് എന്താ എന്നോട് പറയാത്തെ? ചേച്ചി എന്തായാലും അളിയും വിടത്തില്ല. പിന്നെ അമ്മയാണ് പറഞ്ഞത് ചേച്ചി അറിയിച്ച് ചുമ്മാ വിഷമിപ്പിക്കണ്ടെന്ന്. ഇന്നലെ ഡോക്ടറിനെ കണ്ടു, MRI എടുക്കണമെന്ന് പറഞ്ഞു. ചേച്ചിക്ക് അറിയണ്ടേ, കയ്യിൽ 5ന്റെ പൈസ ഇല്ല. സുധിയേട്ടൻ വരട്ടെ, പൈസ വാങ്ങിത്തരാം. നീ എപ്പോഴും അമ്മയുടെ കൂടെ ഉണ്ടായിരിക്കണേടാ. എന്തേലും ഉണ്ടെങ്കിൽ എന്നെ വിളിക്കേ. സുധിയേട്ടാ, അമ്മയ്ക്ക് വയ്യാണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെന്ന്. MRI എടുക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു. ഒരു 5000 രൂപ. അതിനെ കെട്ടിക്കൊണ്ട് വന്നപ്പോ തരാന്ന് ബാക്കി തരാൻ പറ. സുധിയേട്ടാ, അമ്മയ്ക്ക് സീരിയസ് ആണെന്ന്. ആയിക്കോട്ടെ, ഇന്നലെ എന്റെ കയ്യിൽ 5ന്റെ പൈസ ഇട്ടൊന്നും കരുതണ്ട. എന്റെ സാലറി കിട്ടിയതും തന്നാ മതി. ഓ, നീ കണക്ക് ചോദിക്കാൻ വന്നതാണോ? തരാൻ സൗകര്യമില്ല, ഇപ്പൊ കേസ് കൊടുക്ക്. പിന്നെ കണ്ട പിച്ചക്കാരന്റെ വീട്ടിൽ പിച്ചക്കാശിന് വേണ്ടി കയറി ഇറങ്ങുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞേക്ക്. അവൻ പോയി. മോളെ, എന്റെ മോനാണ് അവൻ എന്ന് പറഞ്ഞ് അവൻ പറയുന്നതും ചെയ്യുന്നതും മോള് സഹിക്കണമെന്നും ഞാൻ പറയില്ല. അച്ഛൻ പറഞ്ഞത് തന്നെ ശരി. കല്യാണം കഴിഞ്ഞിട്ട് അയാൾ ഇതുവരെ ജോലിക്കൊന്നും പോയിട്ടില്ലല്ലോ. വീട്ടില് ചെലവിന് കൊടുക്കുന്നത് എനിക്ക് പ്രശ്നമല്ല, പക്ഷെ അടിമയെ പോലെ കാണുന്നതാണ് സഹിക്കാൻ പറ്റാത്തത്. മുഴുവൻ സാലറിയും കൊടുക്കണം, എന്റെ കയ്യിൽ 1 രൂപ വേണമെങ്കിൽ അതിന് കണക്ക് ബോധിപ്പിക്കണം. രശ്മിക്ക് അറിയോ, ഇനി ഇവിടെ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് വീട്ടിലെ ജോലികളെല്ലാം ചെയ്യാൻ മടുത്തു. രശ്മി, ശരിക്കും മടുത്തു. ഞാൻ നിന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട്, എസ് പറയുന്നതിനേക്കാൾ ഇമ്പോർട്ടൻസ് നമ്മുടെ ലൈഫിൽ നോ എന്ന് പറയുന്നത്. അത് പറഞ്ഞു തുടങ്ങുന്നതിന്റെ ഉള്ള ഒരു പ്രയാസേ ഉള്ളൂ. 10-30 വയസ്സായില്ലേ, കുറച്ചൊക്കെ സെൽഫ് റെസ്പെക്ട് വേണ്ടേ? ആ പറയടാ. എവിടെ പോയി കിടക്കുമായിരുന്നു നീ? നിന്നോടാണ് ചോദിച്ചത്. അമ്മ ഐസിയിലേക്ക് മാറ്റി, ക്രിട്ടിക്കലാണ്. ചേച്ചി അവിടെ നിന്നാ വരുന്നത്. നിനക്ക് ഹോസ്പിറ്റലിൽ പോയപ്പോ വിളിച്ചു കൊണ്ട് കൂടായിരുന്നോ? വിളിച്ചു പറഞ്ഞാൽ എന്നെ പോകാൻ സമ്മതിക്കുമായിരുന്നോ? എന്നെ എന്തിനാ ദേഷ്യപ്പെടണേ? എന്താ എനിക്ക് ദേഷ്യപ്പെടാൻ പാടില്ലേ? ഇപ്പൊ എന്തായാലും ഒരിടം പോണ്ട. നാളെ നമുക്ക് രണ്ടുപേർക്കും രാവിലെ ഹോസ്പിറ്റലിൽ പോകാം. പറ്റില്ല, എനിക്ക് പോണം. ഒരുമിച്ച് പോകാൻ വേണ്ടി കല്യാണം കൂടാനൊന്നും അല്ല ഞാൻ പോകുന്നത്. നീ എന്നു മൂലം എന്നോട് തർക്കുത്തരം പറയാൻ തുടങ്ങി. എന്റെ ഇഷ്ടങ്ങൾ തർക്കുത്തരായിട്ട് തോന്നുവാണെങ്കിൽ അങ്ങനെ തന്നെ എഴുതോട്ടെ. എനിക്ക് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല നിങ്ങൾ പറയുന്നതല്ല ഞാൻ അനുസരിക്കുന്നത്. നിങ്ങൾ എനിക്ക് പേടിയാണ്. ഞാൻ ജോലി ചെയ്താ ജീവിക്കുന്നേ. ഇനി ആ പൈസ വെച്ച് എന്റെ ഇഷ്ടങ്ങൾ നോക്കി ജീവിക്കാൻ എനിക്കറിയാം. പോയിട്ട് രച്ച
എടാ സുധി, ഞാനും നിന്റെ അമ്മയും എങ്ങനെയാണ് ജീവിച്ചതെന്ന് നീ കണ്ടതല്ലേ. ഞങ്ങളെ രണ്ടുപേരെ ശമ്പളം കൊണ്ടാണ് നിന്റെ പഠിത്തവും വീട്ടുകാര്യങ്ങളും ഞങ്ങൾ നോക്കിയത്. ഇതൊക്കെ കണ്ടു വളർന്ന നീ എങ്ങനെ നിനക്ക് ഇങ്ങനെ മാറാൻ കഴിഞ്ഞത്? അപ്പൊ ഈ വീഡിയോ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇതെല്ലാം കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. എനിക്കപ്പോ ഇത്രയൊക്കെ പറയാനുള്ളൂ. അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.